നടൻ ജിഷിനും നടി അമയയും തമ്മിൽ എന്താണ് ബന്ധം തുടങ്ങിയുള്ള ചോദ്യങ്ങൾ നിരവധി സോഷ്യൽ മീഡിയയിൽ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അക്കൂട്ടത്തിലാണ് പ്രേക്ഷകർ ഇപ്പോൾ ഇവരുടെ വാർത്തകൾ ഏറ്റെടുക്കുന്നത് എന്ന് പറയാം. ജിഷിന്റെ ഒരു അഭിമുഖമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ജിഷിൻ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നും ജിഷിൻ സംസാരിക്കേണ്ട വ്യക്തിയാണ് എന്നും എന്തുകൊണ്ട് മാറി നിൽക്കുന്നു എന്ന് അറിയില്ല എന്നുമൊക്കെ പ്രേക്ഷകർ നിരവധി പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജിഷിൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. വരദയുമായുള്ള വേർപിരിയലിന് ശേഷം ലഹരിക്ക് പോലും താൻ അടിമയായിരുന്നുവെന്നാണ് ജിഷിൻ പറയുന്നത്. അങ്ങനെ അടിമയായിരുന്ന ജീവിതത്തിലൂടെയാണ് താൻ കടന്നുപോയതെന്ന് ജിഷിൻ പറയുന്നു. അവിടെ നിന്നൊക്കെ തനിക്ക് മാറ്റം തന്നത് ഈ വ്യക്തിയാണെന്നാണ് പറയുന്നത്. അമ്മയെയാണ് തനിക്ക് ഇതിനുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നത്. ഞാനോ ഏത് പെണ്ണിൻ്റെ കൂടെ ഫോട്ടോ ഇട്ടാലും നിങ്ങൾ തെറ്റിദ്ധരിക്കും. നിങ്ങൾ പറയും ഞാൻ അവരോടൊപ്പമാണെന്ന്, അവരെൻ്റെ കാമുകിയാണെന്നും ഭാര്യയാണെന്നുമൊക്കെ. ഒരു പെണ്ണിനോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൂടെ? ഉടനെ എൻ്റെ കാമുകിയും ഭാര്യയുമാകുമോ? അതെന്ത് കഷ്ടമാണ് എന്നാണ് ജിഷിൻ ചോദിക്കുന്നത്. വരദയുമായുള്ള വേർപിരിയൽ വല്ലാതെ തളർത്തിയിരുന്നു തന്നെ. അതുകൊണ്ട് തന്നെ ലഹരിക്കൊക്കെ അടിമയായിരുന്നുവെന്നാണ് ജിഷിൻ പറയുന്നത്. ജിഷിൻ ലഹരിക്ക് അടിമയായതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും അതൊരു വേദനയായി തന്നെ മാറിയതെന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ജിഷിൻ്റെ വേദന ഞങ്ങൾക്ക് മനസ്സിലാകും, പക്ഷേ ആ കുട്ടിയുടെ വേദന കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ ജിഷിൻ പറയുമ്പോഴും വരദ ഇന്നുവരെ ജിഷിനെക്കുറിച്ചൊരു അക്ഷരം പറഞ്ഞിട്ടില്ല. ഇതുവരെ ഒരു കാര്യവും അറിയിച്ചിട്ടില്ല. അത്രമേലാണ് സോഷ്യൽ മീഡിയയിൽ ജിഷിനെ പോലെ തന്നെ വരദയും ആക്റ്റീവായി നിൽക്കുന്നത്. എന്നാൽ വരദ ഇതുവരെ ജിഷിനെക്കുറിച്ച് പറയാത്തത് കണ്ട് പഠിക്കുമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരദയുമായുള്ള പ്രശ്നം കാരണം താൻ ലഹരിക്ക് പോലും അടിമയായി ജീവിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. യാതൊരു ചീത്തപ്പേരും കേൾക്കാതെയാണ് ഇപ്പോൾ അമ്മയെ ജീവിക്കുന്നത്. അതിനിടയിലാണ് എൻ്റെ കുടുംബം തകർത്തെന്ന് പറഞ്ഞ് ചിലർ അധിക്ഷേപിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത്? അമ്മയെ ഞാൻ പരിചയപ്പെട്ടിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. അതേസമയം എൻ്റെ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് 3 വർഷം എങ്ങനെയാണ് അവർ കുടുംബമായി ജീവിക്കട്ടെ? നിങ്ങൾ അതിനനുവദിക്കൂ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഡിവോഴ്സ് കഴിഞ്ഞാൽ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കണമെന്നാണോ? വേറെ പെണ്ണിനെ നോക്കാൻ പാടില്ലെന്നാണോ? അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എങ്കിലും എനിക്ക് പ്രശ്നമില്ല, അങ്ങനെ തന്നെ പറഞ്ഞോളൂ. ഒരു പ്രശ്നവുമില്ലാതെ തന്നെ ഞാൻ മുന്നോട്ട് പോകും. ഡിവോഴ്സ് കഴിഞ്ഞാൽ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കണമെന്നും അങ്ങനെയൊന്നും പറഞ്ഞ ആരുമില്ല. വരദ പോകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാനും പോകും. എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ പ്രശ്നങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുമില്ല. ഞങ്ങൾ മ്യൂച്വലി ഡിവോഴ്സ് ആയവരാണ്. മ്യൂച്വലി ഒരു ധാരണയുണ്ട്, ഒരു ബോണ്ടുണ്ട്. പരസ്പരം താങ്ങി നിർത്താൻ കെയർ ചെയ്യാനുമൊക്കെ ഒരു ബോണ്ടിങ് ഞാനും അമ്മയും തമ്മിലുണ്ട് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അപ്പോൾ അമ്മയുമായി നിങ്ങൾ പ്രണയത്തിലാണോ എന്ന് ചോദിച്ചാൽ പ്രണയമല്ല, എന്നാൽ മറിച്ച് ഇതിനെ എങ്ങനെ വിളിക്കണമെന്നറിയില്ല. ഇപ്പോൾ പല രീതിയിലാണ് പ്രണയം അറിയപ്പെടുന്നത്. പല രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കാൻ പറ്റുന്ന ഒരുപാട് പേരുകളുണ്ടെന്ന് വേണം പറയാൻ. സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഞാൻ ഏത് പെൺകുട്ടികളുടെ കൂടെ ഫോട്ടോ ഇട്ടാലും അതെല്ലാം വളരെയധികം ചർച്ച ചെയ്ത് മാറാറുണ്ട്. വിഷാദ രോഗം കാരണം താൻ ലഹരി മരുന്നിന് പോലും അടിമയായിട്ടുണ്ടായിരുന്നു. മദ്യപാനവും ലഹരിയും തന്നെ വല്ലാതെ കുടിപ്പിച്ച് നശിപ്പിച്ചു. മുകളിലുള്ളൊരു ആത്മബന്ധം അമ്മയുമായി തനിക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. സൗഹൃദത്തിനേക്കാൾ ഉപരി അതാണെന്ന് പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.